ഹലോ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാമല്ലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ദ ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ ആംഗിൾ ബി എന്ന് പറയുന്നത് എത്രയാണ്? 90 ഡിഗ്രി. ആംഗിൾ സി എന്ന് പറയുന്നത് 30 ഡിഗ്രി. പിന്നെ ആംഗിൾ എ ഡി സി എന്ന് പറയുന്ന ഇതിൽ 120 ഡിഗ്രി എന്ന് പറയുന്നുണ്ട്. പിന്നെ കൂടാതെ എന്ത് പറയുന്നുണ്ട്? ഇത് 10 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. എങ്ങനെ ഡി സി = 10 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആംഗിൾ ഡി എ സി ആണ്. ഡി എ സി കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. ഡി എ സി എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ ആംഗിൾ ഡി എ സി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ സൂം ചെയ്തിട്ട് നോക്കാം. അപ്പം ഇവിടെ ഒരു മിനിറ്റ്, ഇവിടെ 30 അല്ലേ? ഇവിടെ 30 ആണല്ലോ. ഇവിടെ 30 ആണല്ലോ. അപ്പം ഒരു മിനിറ്റ്, ഇവിടെ 30 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ ഇതിന് ഇപ്പോൾ ഇവിടെ 120 ആണ് ഉള്ളത്. അപ്പോൾ 120 + 30 എന്ന് പറയുന്നത് എത്രയാണ്? 120 + 30 എന്ന് പറയുന്നത് 150 ആണ്. അപ്പോൾ -180 എന്ന് പറയുന്നത് എത്രയാണ്? 180 എന്ന് പറയുന്നത് 30 എന്നാണ് വരിക. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ആൻസർ എത്രയാണ്? 30 എന്നാണ് വരിക. കാരണം എന്താ? ടോട്ടൽ ആംഗിൾ 180 ആണ്. 180 - 150 എന്ന് പറയുന്നത് 30 ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് അത്രയേ ഉള്ളൂ. വേഗം കണ്ടുപിടിക്കാൻ പറ്റും. ഇതെല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്ക് ലാസ്റ്റ് തൊട്ടാണ് കുറച്ചും കൂടി ടഫായിട്ട് വരുന്നത്. ഇത് സിമ്പിളായി. അപ്പോൾ ഇതെത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചല്ലോ. നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ലെങ്ത് ഓഫ് എ ഡി എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ലെങ്ത് ഓഫ് എ ഡി എന്താ? അപ്പോൾ എ ഡിയുടെ ലെങ്ത്, എ ഡി എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് എ ഡി അല്ലേ? ഇതല്ലേ എ ഡി? അപ്പോൾ ഇത് എ ഡി ആവുമ്പോൾ ഇവിടെ 30 ഡിഗ്രി ആണ്. അപ്പോൾ ഇവിടെയും 30 ഡിഗ്രിയാണ്. അപ്പോൾ ഈ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്താണ്? 10 ആണ്. 10 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? അപ്പോൾ ഈ 30ക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും വരിക? 10 ആയിരിക്കും. 10 സെൻറ്റിമീറ്ററാണ് വരിക. ഇവിടെ അപ്പോൾ ഇവിടെ 10 സെൻറ്റിമീറ്റർ എന്ന് വരും. കുറച്ച് സൈസ് കുറച്ച് കാണാൻ രസമുണ്ടാവും അല്ലേ? ഇവിടെ 10 സെൻറ്റിമീറ്റർ എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ആംഗിൾ എ ഡി ബി. എ ഡി ബി എന്ന് പറയുന്നത് ഏതാണ് എ ഡി ബി മക്കളെ? ഇതാണ് എ ഡി ബി അല്ലേ? അപ്പോൾ ഇവിടുത്തെ ആംഗിളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഈ സംഭവം പഠിച്ചിട്ടുണ്ടാടാ. ഇങ്ങനെ കിറ്റ് ഇവിടെ ഒരു എക്സ് ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഇതെന്തായിരിക്കും? 180 - x എന്നായിരിക്കും. പഠിച്ചിട്ടില്ലേ? ലീനിയർ പെയർ പഠിച്ചിട്ടില്ലേ? ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് അല്ലേ? അറിയാലോ. അപ്പം 180 - 120 ആണ് ആൻസർ വരിക. എത്ര വരിക? 60 ഡിഗ്രിയാണ് വരിക ആൻസർ. ഓക്കെ, 60 ഡിഗ്രിയാണ് എന്ത് വരിക? ആൻസർ. തിരിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രി. ഓക്കെ, ലീനിയർ പെയർ യൂസ് ചെയ്തിട്ട്. ഓക്കെ, അത് സിമ്പിളായി. ഇനി ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ബി ഡി ആൻഡ് എ സി. ഇനി എന്ന് പറയുന്നത് ബി ഡിയുടെയും പിന്നെന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? എ സിയുടെയും ലെങ്ത്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പം ബി ഡി എന്താണ്? ഇതാണ്. ബി ഡി എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ എന്ത് എഴുതണം? അപ്പോൾ നമുക്ക് ഇതുപോലത്തെ എന്ത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം തന്നെ റേഷ്യോ എഴുതി വെക്കുക. റേഷ്യോ എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല? 30:60:90. അപ്പം ഇവിടെ 90ക്ക് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എന്ന് വെച്ചാൽ ഈ 90ക്ക് ഓപ്പോസിറ്റ് 10 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ ഇവിടെ 60ക്ക് ഓപ്പോസിറ്റ് എന്താണെന്നും പിന്നെ ഇവിടെ എന്താ വരിക? ഇവിടെ 60 വന്നാൽ ഇവിടെ എന്താ വരിക? 30 എന്ന് വരും അല്ലേ? 30 എന്ന് വരും. 30 ഡിഗ്രി എന്ന് വരും അല്ലേ? അപ്പോൾ എത്ര ആൻസർ വരിക? ഇത് 90 വന്നു. അപ്പോൾ ഇതെന്താ വരും? അപ്പോൾ 90 10 ആയി വരുന്നുണ്ടെങ്കിൽ 30 എന്ത് വരും? 5 എന്ന് വരും. 90ൻ്റെ കിട്ടുന്നതിൻ്റെ നേരെ പകുതി. ഇതെന്ത് വരും? 5√3 എന്ന് വരും. ഓക്കെ. അപ്പോൾ 60ക്ക് ഓപ്പോസിറ്റ് എന്താ വരിക? 5√3. ഇത്ര കട്ടി വേണ്ട അല്ലേ? 5√3 എന്ന് വരും. ഇതെന്ത് വരും? ബി ഡി എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ എന്ന് വരും. ഓക്കെ.
ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ബി ഡിയുടെ ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. അപ്പം ബി ഡിയുടെ ഇത്ര കട്ടി പറഞ്ഞാലും പ്രശ്നമാണ്. ഓക്കെ 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 ബി ഡി ഈസിക്കൽ ടു 5 സെൻറ്റിമീറ്റർ. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്, എ സി ആണ്. എ സി എന്ന് പറയുന്നത് ഈ ചങ്ങാതിയാണ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആവുന്നില്ല, പ്രീമിയം ആക്കാനാണ് പറയുന്നത്. ഓക്കെ അപ്പോൾ ഇത് ബി ഡി. അപ്പം ഈ എ സിയുടെ ലെങ്ത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എ സിയുടെ ലെങ്ത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് നോക്കാം. ഇതെന്ന് വെച്ചാൽ 90. അപ്പം 90ക്ക് ഓപ്പോസിറ്റാണ് എ സി. 90ക്ക് ഓപ്പോസിറ്റാണ് എ സി. ഓക്കെ, 90ക്ക് ഓപ്പോസിറ്റ് എ സി വരുന്നു. 30ക്ക് ഓപ്പോസിറ്റ് 5√3. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി എന്ത് ചെയ്യാം മക്കളെ, ഇനി നമ്മൾ ഇതങ്ങ് വരച്ചു കൊടുക്കണം. എന്ന് വെച്ചാൽ പറഞ്ഞു തരാം ഇവിടെ. അപ്പോൾ 30:60:90 വന്നില്ലേ. അപ്പം 30ക്ക് ഓപ്പോസിറ്റ് എത്രയാണ് വരുന്നത്, 30ക്ക് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 30ക്ക് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 15 സെൻറ്റിമീറ്റർ ആണ്. അല്ല 30ക്കല്ല, 60ക്ക് ഓപ്പോസിറ്റ് കണ്ടോ, ഈ 60ക്ക് ഓപ്പോസിറ്റ് എത്ര വരുന്നു, 15 വരുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് സാധാരണ √3 വരും കൂടെ. അപ്പോൾ √3 വരാത്തതിന് നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബൈ √3 എന്ന് എഴുതി കൊടുക്കും അല്ലേ. അപ്പോൾ ബൈ √3. ഓക്കെ, അപ്പോൾ ഈ 50 ഇവിടെയുള്ള 50 ഒരു മിനിറ്റ്, ഇവിടെയുള്ള 15 ഇവിടേക്കാണ് പോവുക, എവിടേക്ക് പോവും, ഏതിലേക്ക് പോവും, ഇവിടെ പോവും. ഓക്കെ, 15√3. അപ്പോൾ ഈ 15ൻ്റെ ഇരട്ടി എന്ത് വരും, ഇവിടെ വരും 13√3. അപ്പോൾ നമുക്ക് 90ക്ക് ഓപ്പോസിറ്റ് 13/√3. നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയാൽ ഇപ്പോൾ മാർക്ക് കിട്ടില്ല അല്ലേ, ഇങ്ങനെ എഴുതിയാൽ മാർക്ക് കിട്ടില്ല, ഫുള്ള് കിട്ടില്ല. കിട്ടും, ഒരു ഹാഫ് മാർക്കൊക്കെ ചിലപ്പോൾ കുറക്കും നിങ്ങൾക്ക്. കാരണം പുതിയ സിലബസിൽ ഇങ്ങനെയല്ല എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റം വരുന്നുണ്ട്. അപ്പം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, 13/√3 എന്നുള്ളതിലെ കൂടെ എന്ത് ചെയ്യണം, √3 × √3 ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് വരിക, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 30 × √3 എന്ന് പറഞ്ഞാൽ 30√3/3. അപ്പോൾ ഇത് പോയി 10. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 10√3 എന്ന് നമുക്ക് എഴുതാം അല്ലേ. ഇപ്പം ബൈ ചേർത്തിട്ടില്ല, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, 10√3 എന്ന് ആൻസർ വരും. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ കണ്ടുപിടിച്ചു. എസിൻ്റെ ലെങ്ത്ത് 10√3, എസിയുടെ ലെങ്ത്ത് 10√3 എന്ന് വെച്ചാൽ അതിൻ്റെ ആൻസർ ഞാനിവിടെ താഴെ എഴുതാം, നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ഓക്കെ, അപ്പോൾ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. ബിയുടെ ആൻസർ എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്, 10 സെൻറ്റിമീറ്റർ ആണ്. സിയുടെ ആൻസർ എന്ന് പറയുന്നത് 16 ഡിഗ്രി ആണ്. ഡിയുടെ ആൻസർ എന്ന് പറയുന്നത് ബി ഡിയുടെ എന്ന് പറയുന്നത് എത്രയാ, 5 സെൻറ്റിമീറ്റർ ആണ്. എ സിയുടെ അത് നിങ്ങൾക്ക് കാണില്ല അല്ലേ. എ സിയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് 10√3 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, കണ്ടുപിടിച്ചോ, സെറ്റല്ലേ. ഇത് 1 ആണേ, ഇത് 10 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ഓക്കെ.